നമ്മുടെ വീട്ടിലെ അന്ന് പറിച്ചില്ലേ ആ മാങ്ങയെല്ലാം പഴുത്തു നല്ല സൂപ്പറായിട്ട് മധുരമുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടൊരു റിച്ച് ഷേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കിയ ഈ 2 മാങ്ങ വെച്ചാണ് ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതൊന്ന് കഴുകാം. പച്ചിയിലൊക്കെ ഇരുന്നല്ലേ, അപ്പം ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാവേ. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി, വിഷമൊന്നും ഇല്ലാത്തല്ലേ. കണ്ടോ, നല്ല കിടുക്കാച്ചി മാങ്ങയാണ് ഇത്. കണ്ടോ, ഇത് കാലാപ്പാടിയാ കേട്ടോ, കാലാപ്പാടി. ഇതിന്റെ പുറന്തോട് ഇച്ചിരി കട്ടിയാണെങ്കിൽ അകം ഭയങ്കര ടേസ്റ്റാണ്, നല്ല മണവുമാണ് ഇതിന്. ഇത് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കോർണറായിട്ട് സ്ലൈസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കും. സ്പൂണ് കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്നാണ്, ജോലി നമുക്ക് കുറഞ്ഞിരിക്കുവേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ജാറെടുത്തു, അതിലോട്ട് മാങ്ങ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ 1 കപ്പ് തണുത്ത പാലാണ് എടുക്കുന്നത്. തണുത്ത പാലെന്ന് വെച്ചാൽ കാച്ചെടുത്തതാണ്. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ പഞ്ചസാരയുടെ ആവശ്യം ഇല്ല, എന്നാലും കുറച്ചിട്ടോളൂ. പിന്നെ അതിന് ശേഷം ഞാൻ ഐസ് ക്യൂബ് ഇടുന്നുണ്ട്. എനിക്ക് ഐസ് ക്യൂബ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ് ഇടുന്നത്. പിന്നെ തണുപ്പ് വേണ്ടാത്തവർക്ക് അതുപോലെ. അങ്ങനെ ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് അലങ്കരിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. ഞാൻ മാങ്ങ കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ച് ഇടുന്നുണ്ട്. പിന്നെ ബദാം, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഇടാം. ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ കുറച്ച് ബദാം ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ കളർ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിടുന്നുണ്ട്. അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ട്, പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ സാധനം മസ്റ്റായിട്ട് ആഡ് ചെയ്യണം, ഐസ്ക്രീം. എന്നാലേ ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഐസ്ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ലെയറായിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.